മാന്യസദസ്സിന് വന്ദനം. അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാജിയുടെ ജന്മദിനം. ലോകമനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സന്ദേശം ആയി. കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യാവസായിക കണ്ണുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായക പദവിയിലേക്ക്, മുൻനിര സ്വാതന്ത്ര്യ സമര പോരാളിയായി മുന്നോട്ട് വന്നത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ആ മഹാത്മാവിൻ്റെ മഹത്തരമായ മനസ്സിൽ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല. ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ ദേവസ്വരങ്ങളും ഒക്കെ സ്വരമാധുരികളായി മാറുകയുണ്ടായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്നർത്ഥം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും എഴുതു വീണതാണ്. ഭാരതത്തിൻ്റെ ഭാവവും താളവും രാഗവും തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാ ബഹൻ, CF ആൻഡ്രൂസ്, നർഹാരി പരീഖ്, രവിശങ്കർ വ്യാസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിൻ്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധിജി നമുക്ക് സേവന ദിനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. മുൻപ് ഗാന്ധി ജയന്തി ഒരു സേവന വാരം തന്നെയായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസു നീക്കിയും പുല്ലുപറിച്ചും കല്ലുപറിക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്. ഭാരതീയൻ്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ഛിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കുന്ന അതിനായി നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം. നമ്മുടെ ദുശീലങ്ങളുടെ എല്ലാം ദുഷിച്ച മൂല്യങ്ങളുടെയും ഒക്കെ ജീർണിപ്പുകൾ തുടിച്ചു നിൽക്കുന്നതും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം. ഭാരത് മാതാ കി ജയ്.